ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഇലക്ട്രോണിക്സ് യുഗത്തിൻ്റെയും ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെയും തുടക്കം മുതൽക്ക് തന്നെ ഈ ലോകത്താകമാനമുണ്ടായ മാറ്റങ്ങൾ ഓരോന്നും നമ്മളിൽ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട്, വീക്ഷിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വളർച്ച സംഭവിച്ചത് നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരു ക്യാമറയും എടുത്തു വെച്ച് സംസാരിക്കുന്നതെല്ലാം ഈ ലോകത്ത് പല ആൾക്കാരും പല ഇടങ്ങളിലിരുന്ന് കാണാൻ തുടങ്ങിയത്. സോ ഇത്തരത്തിലുള്ള വളർച്ച ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നാം ആസ്വദിക്കുന്നതും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു വിശാലമായ ലോകത്താണ്. ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ തന്നെയായിരിക്കും. പക്ഷേ കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് ഒരു ദിവസമെങ്കിലും ഒരു ന്യൂസ് ഫീഡ് കയറി വരാത്ത ദിവസമുണ്ടോ? സോ ഈ സോഷ്യൽ മീഡിയകൾ വളർന്നതിനൊപ്പം തന്നെ വളർന്ന വലിയൊരു മേഖലയാണ് വാർത്താ മാധ്യമങ്ങൾ. ഒരു കാലത്ത് ഇന്ത്യക്കാരൻ്റെ വാർത്താ മാധ്യമം എന്ന് പറഞ്ഞാൽ ദേ ഇതായിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനപ്പുറത്തേക്ക് ഒരു നമസ്കാരം പറഞ്ഞു തുടങ്ങുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ, വിശദമായ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട അറിയപ്പെടേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായ വാക്കുകളിൽ അളന്നു തൂക്കി ജനങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്തിക്കുകയും അതിൽ കൂടുതലൊന്നും സംസാരിക്കാത്ത രീതിയിൽ വാർത്തകൾ അവസാനിക്കുകയും ചെയ്തിരുന്നൊരു കാലം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ വാർത്തകൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്നത് പത്രമാധ്യമങ്ങളിലൂടെയായിരുന്നു. അന്നും എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, ഒരു എഡിറ്റർ എന്ന് പറയുന്നൊരു ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ബയാസ്ഡ് ആയിട്ട് വരുന്ന ന്യൂസുകൾ, അതുപോലെ തന്നെ കൃത്യമായ അജണ്ടയോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ന്യൂസുകൾ, സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങൾ, ഇത്തരത്തിലുള്ള പലതും ഫിൽറ്റർ ചെയ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് ഇങ്ങനെയുള്ള ഫിൽട്രേഷൻ അവിടെ സംഭവിച്ചു പല നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുകയും യാഥാർത്ഥ്യ മുഖത്തോടു കൂടി തന്നെ പല വാർത്തകളെയും നമ്മൾ അറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സോഷ്യൽ മീഡിയ വളർന്നതിനപ്പുറത്തേക്കുള്ള വാർത്താ മാധ്യമങ്ങളുടെ ഒരു വളർച്ച എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മൾ കാണുന്ന എത്ര വാർത്തകൾ ശരിയാണ്? ബയാസ്ഡ് ആയിട്ടുള്ള വാർത്തകൾ പലതും നമ്മുടെ മുന്നിൽ വന്നു പോകാറുണ്ട്. അത് ശരിയെന്ന് ധരിക്കുമ്പോൾ പല ആൾക്കാരും തെറ്റായ ചിന്താഗതികളിലേക്ക് പോകാറുമുണ്ട്. ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി ഉള്ള വാർത്താ മാധ്യമങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഓൺലൈൻ മീഡിയസിനെ വിട്ടേക്കൂ, മരണ വീടുകളിൽ പോയി നിന്ന് പോലും വരുന്ന സെലിബ്രിറ്റീസിൻ്റെയും അല്ലെങ്കിൽ വരുന്ന ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ആരായാനും അതിനപ്പുറത്തേക്ക് നടിമാരുടെ ക്ലീവേജും നേവലും ഒക്കെ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് അവരുടെ പിൻഭാഗത്തെയും മുൻഭാഗത്തെയും വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ടോപ്പ് ആംഗിളും സൈഡ് ആംഗിളും കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് എങ്ങനെയെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. സോ കിട്ടുന്ന ഡോളർ മേടിച്ച് നക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സൊസൈറ്റിയോട് ക്രെഡിബിലിറ്റി കാണിക്കുന്ന വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം മരണവീടുകളിൽ കാണിക്കുന്ന ഇമാതിരി പേക്കൂത്തുകൾക്കെതിരെ ഒരു മെയിൽ ചെയ്തപ്പോൾ അത്തരത്തിലുള്ള മെയില് മുൻപും പലയിടങ്ങളിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ശ്രദ്ധ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇനി ചെയ്യില്ല എന്ന് ആർജവത്തോടു കൂടി കാണിച്ച ഒന്നോ രണ്ടോ മീഡിയാസ് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അവരെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നുണ്ട്. ബിക്കോസ് അവർ ചെയ്തത് തെറ്റ് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സാണ്. ബട്ട് മറ്റുള്ളവരോ? നടിമാരുടെ ക്ലീവേജ് എങ്ങനെ ഷൂട്ട് ചെയ്യാം, നേവൽസ് എങ്ങനെ ഷൂട്ട് ചെയ്യാം, മുൻഭാഗത്തെ എങ്ങനെ ഷൂട്ട് ചെയ്യാം, ടോപ്പ് ആംഗിൾ പിടിക്കണോ, സൈഡ് ആംഗിൾ പിടിക്കണോ, ഇതൊക്കെയാണ് മെയിൻ അജണ്ടാസ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ക്രെഡിബിലിറ്റിയുള്ള മലയാള മാധ്യമങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാദ്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്നു. അഹമ്മദാബാദിൽ നടന്ന ആ വലിയ ദുരന്തത്തെ നമ്മളെല്ലാവരും വളരെ ദുഃഖത്തോടു കൂടിയാണ് കാതോർത്തത്. പക്ഷേ അതിൻ്റെ പിന്നാലെ തന്നെ വാർത്തകളുടെ പെരുമഴയുമായിട്ടാണ് മലയാള മാധ്യമങ്ങൾ വന്നെത്തിയത്. ഞങ്ങളാദ്യം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്ന റിപ്പോർട്ടർമാരുടെ നിലവിളികളായിരുന്നു ഓരോ ചാനലുകളിലും. ഇലക്ഷൻ റിസൾട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം അവിടുന്ന് രണ്ട് ഇവിടുന്ന് രണ്ട് ബോഡി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിതറി കിട്ടിയ കഷ്ണങ്ങൾ കിട്ടിയിരുന്നു, ഫ്ലൈറ്റിലെ പൈലറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു ഇരുന്നത്, ഫ്ലൈറ്റിലെ പൈലറ്റിന് ഇഷ്ടം മീൻകറിയും പൊറോട്ടയും എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാവുന്ന അത്ര പേക്കൂത്തുകളും കാണിച്ചുകൊണ്ട് ഇത്രയേറെ മനുഷ്യരെ വിഷമിപ്പിക്കുന്ന വാർത്തകൾക്കിടയിലും ഇങ്ങനെ കിരാതഭാവം മൂത്ത് മറ്റുള്ളവനെ നോവിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കി നിനക്കൊക്കെ തിന്നാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. രണ്ട്, ഉറ്റവനും ഉടയവനും മരണപ്പെട്ടു പോയ ദുഃഖത്തിലിരുന്ന് അലമുറയിട്ട് കരയുന്ന കൊച്ചു കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് അത് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാത്ത സാധാരണക്കാർ പോലും അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ അതിനെ സൂം ചെയ്ത് പിടിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഒരു റീൽ കണ്ടന്റ് പോലെ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ നിനക്കൊക്കെ എങ്ങനെ സാധിച്ചു? എൻ്റെ രണ്ടാമത്തെ ചോദ്യം. സൂം ചെയ്യാൻ അവൻ്റെ വിരലുകൾ എങ്ങനെ നീണ്ടുപോയി? ആ സ്ഥാനത്ത് നിൻ്റെ കുഞ്ഞായിരുന്നു ഇരുന്ന് കരയുന്നതെങ്കിൽ നിനക്കങ്ങനെ സൂം ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നോ? ചിലപ്പോൾ തോന്നിയേക്കാം.
കൺമുന്നിൽ ചത്ത് കിടക്കുന്നത് സ്വന്തം തന്തയാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന എത്തിക്സാണ് ഇന്നത്തെ പല മലയാളം മീഡിയാസും കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനും അപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് വെഞ്ഞാറമൂട് കുറച്ച് കൊലപാതകങ്ങൾ, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ വീട്ടിലേക്ക് രാത്രി മീഡിയക്കാരുടെ എത്തിച്ചേരലുകൾ തുടങ്ങിയതോടുകൂടി തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരനാണെന്ന് തോന്നുന്നു, ആ പയ്യനോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് ചോദിച്ചൊരു മാധ്യമധർമ്മവും നമ്മൾ കണ്ടു. ഈ അടുത്ത കാലത്ത് ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിനെ തുടർന്ന് മരണപ്പെട്ടു പോയ ആ യുവാവിൻ്റെ വീട്ടിലേക്കും അതിൻ്റെ ഭാര്യയുടെയും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെയും ഒക്കെ വിഷ്വൽസ് ഒളിഞ്ഞും മറഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ വീടിൻ്റെ അവസ്ഥകളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പരാതജീവികളായിട്ടുള്ള മാധ്യമങ്ങളെ നമ്മൾ കണ്ടു. ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു രാജ്യം മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അവിടുന്ന് 2 ബോംബുകൾ വർഷിച്ചിട്ടുണ്ട്, പകരം നമ്മൾ 4 എയ്ത് വിട്ടിട്ടുണ്ട്, ഇതിൻ്റെ മറുപടി നമ്മൾ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ റിസൾട്ടുകൾ പറയുന്നത് പോലെ നിന്ന് അലമുറയിട്ട് കരയുന്ന പല ആങ്കർ നടിമാരെയും ഇടയ്ക്കിടയ്ക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് ഗതിയില്ലാത്ത പ്രേതങ്ങളെ പോലെ നിന്ന് നിലവിളിക്കുന്ന കുറേ ആങ്കർമാരെയും ഞാൻ കണ്ടു. ക്രെഡിബിലിറ്റി ഇല്ലാത്ത പല വാർത്തകളും കൊടുത്ത് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരേ സമയത്ത് ഭയന്നും അതുപോലെ തന്നെ അതിർത്തിയിൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എയർപോർട്ടുകൾ അടച്ചു എന്നുള്ള ഫേക്ക് വാർത്തകൾ പോലും കൊടുത്ത് ഞങ്ങളാദ്യം എന്ന് പറയാൻ കാണിച്ച ആർജവം ഇതെവിടെ നിന്നുണ്ടായി? ഇവരെയൊക്കെ എങ്ങനെയാണ് മീഡിയാസ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഈ വിമാനാപകടം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ അല്ലെങ്കിൽ AI സപ്പോർട്ടോട് കൂടി വിമാനം തകരുന്നൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് പല ആംഗിൾസിലൂടെ അതിനെ കാണിച്ചതിൻ്റെ ഭീകരത നമ്മുടെ മുന്നിലേക്ക് എടുത്ത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ട് തകർന്ന കെട്ടിടങ്ങൾക്ക് മുന്നിൽ വിമാനത്തിൻ്റെ തകർന്ന പോർഷൻസ് കിടക്കുകയും അതിൻ്റെ മുന്നിൽ വന്നു നിന്ന് വാർത്ത പറയാനും ഓഗ്മെന്റ് റിയാലിറ്റിയുടെ കിണ്ടിയും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന മീഡിയാസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ കാണുന്ന ഇമേജസിൽ ഓരോന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഇമോഷണലി എങ്ങനെ ഓഡിയൻസിനെ ഈ ചാനലിൽ പിടിച്ചിരുത്താം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. മലയാളിയായ ഒരു പെൺകുട്ടിയും അതിൽ മരണപ്പെട്ടു എന്ന് കേട്ടതോടുകൂടി ഉടനെ അവരുടെ വീടിന് മുന്നിലേക്ക് ക്യാമറയും തൂക്കി പിടിച്ചിറങ്ങി ഇവിടുത്തെ മാധ്യമങ്ങൾ. കാരണം ആ മലയാളിയുടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നവരാണല്ലോ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാർ. അവരുടെ വീടിനും പരിസരത്തുള്ളവരെ തേടി പിടിച്ച് അവരുടെ സ്കൂളുകളിൽ പോലും, അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പോയി നിന്ന് അവിടുത്തെ അവരെങ്ങനെയായിരുന്നു, അവരെന്തായിരുന്നു നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മുന്നിലേക്ക് വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് മയക്കും പിടിച്ച് നിന്ന് ഇങ്ങനെ ചോദിക്കാനും അത് ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു വെച്ച് പ്രസൻറ്റ് ചെയ്യാനും കാണിച്ച ഈ ആർജവം ഇതെങ്ങനെ ഉണ്ടായി? ഇതാണോ യഥാർത്ഥത്തിൽ മീഡിയയുടെ എത്തിക്സ് എന്ന് പറയുന്നത്? ഇന്ന് എത്തിക്സ് ഉള്ള എത്ര മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുന്നിലുണ്ട്? വാർത്തകൾ കൊടുക്കാം, അതിൻ്റെ ശരിയായ ദിശയിലൂടെ നിങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാം, അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടിംഗ് നിങ്ങൾക്ക് സമ്മാനിക്കാം. അല്ലാതെ ഒരുമാതിരി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ ഉണ്ടാക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിനെ മീഡിയാസ് എന്നോ മാധ്യമധർമ്മമെന്നോ ഞാൻ കാണുന്നില്ല. വെറും കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഏപ്പരാച്ചി പട്ടികളുടെ നിലവിളിയായിട്ട് മാത്രമേ എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും അതപ്പതിച്ച സംസാരം ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ കാണിക്കുന്നത് ഇതിനേക്കാൾ തറ ഭാഷയിലെ മറുപടി പറയാൻ പറ്റൂ. ഇത്രയും നെറികെട്ട പരിപാടികൾക്ക് ഇതിനേക്കാൾ അതപ്പതിച്ച വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ഞങ്ങളുടെ ധർമ്മമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ധർമ്മം? സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിലിനെ സൂം ചെയ്ത് അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ലോഗോവും കുത്തി കയറ്റി വെച്ചുകൊണ്ട് ഞങ്ങളാണ് ആദ്യം എന്ന് പറയുന്നതാണോ മാധ്യമധർമ്മം? അവരുടെ പ്രൈവസിക്ക് പോലും ഒരല്പം വാല്യൂ കൽപ്പിക്കാതെ കോപ്പും പിടിച്ചുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നതാണോ മാധ്യമധർമ്മം? മരിച്ച് വിറങ്ങലിച്ച് കിടക്കുന്നവൻ്റെ കുടുംബക്കാരൻ്റെ വേദന അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവൻ്റെ വേദനയെ മാധ്യമ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ ഒരല്പമെങ്കിലും മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവണം, മനസ്സുണ്ടാവണം, മനസ്സാക്ഷി ഉണ്ടാവണം. അല്ലാതെ ഞാൻ മീഡിയയാണ്, എനിക്ക് ഏത് കിടപ്പുമുറിയിലും കയറി ചെന്ന് ക്യാമറയും മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് എന്ത് ചോദ്യവും ചോദിക്കാമെന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, അതിനൊക്കെ ഫിൽട്രേഷൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിൻസിയർലി ഇതിനകത്ത് പലതും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കറിയാവുന്ന പലരുടെയും ചോദ്യങ്ങളാണ്. ഇതൊക്കെ ചോദിച്ചില്ലെങ്കിൽ ഞാനൊരു പൗരൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ നെഞ്ചു മരിച്ച് ഈ നാട്ടിലൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നോടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഈ വഴിയെ പറ്റൂ. കാരണം നിൻ്റെയൊക്കെ ഓഫീസിൽ വന്ന് ഇതിനൊരു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ അപ്പോൾ പറയും സോറി സാർ, ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം വീണ്ടും അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ ഓടിയെത്തി ഇതേ പരിപാടികൾ വീണ്ടും റിപ്പീറ്റാണ്. ഇതൊന്നും തുടങ്ങിയതല്ല. TRP റേറ്റിംഗ് ആഴ്ചയിൽ ഇങ്ങനെ
ബാർ ഡയഗ്രങ്ങളാക്കി എടുത്തുകൊണ്ട് അതിനെങ്ങനെ പോസ്റ്റ് ചെയ്ത് ഈ ആഴ്ച ഞങ്ങളാണ് മുന്നിൽ അല്ലെങ്കിൽ ഈ മാസം ഞങ്ങളാണ് മുന്നിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗതികെട്ടവൻ്റെ പരയോട്ടം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും നെറികെട്ട രീതിയിലാണ് ഇന്നത്തെ കേരള മീഡിയാസിൻ്റെ ഈ ഒരു മാധ്യമധർമ്മം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർ, ഒരു മന്ത്രി പോലും ആ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ മീഡിയാസിനോട് പറയണമായിരുന്നു പുറത്തിറങ്ങിയേക്ക്, എനിക്ക് അവരോടാണ് സംസാരിക്കാനുള്ളത്, അതിനുശേഷം നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം എന്ന് പറയാനുള്ള ഗട്സ് പോലും അവരും കാണിച്ചില്ല. മീഡിയാസിന് അർഹമായ സ്ഥാനം പലയിടങ്ങളിലും കിട്ടേണ്ടതാണ്. പക്ഷേ ഇന്ന് മാപ്ര എന്നുള്ള വിളി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ പലരും കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾക്കുള്ള ഒരു മറുപടി മാത്രമായിട്ട് കൂട്ടിയാൽ മതി. മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ പല ആൾക്കാരിൽ നിന്നും, ഞാൻ കേട്ട് പഠിച്ചവരിൽ നിന്നും, ഞാൻ കണ്ടു പഠിച്ചവരിൽ നിന്നും എത്രയോ മാന്യമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നവനോട് സംസാരിക്കേണ്ടതെന്നും അത് ഒരു കൊലയാളിയാണെങ്കിൽ പോലും അവനോട് സംസാരിക്കേണ്ട മാധ്യമ ഭാഷയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള എത്രയോ പേരുണ്ട് ചുറ്റുപാട്. അവരെഴുതിയ എത്രയോ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ എഴുതിയ എത്രയോ ആർട്ടിക്കിളുകളുണ്ട്. എന്തിന് അവരെഴുതിയ എഡിറ്റോറിയൽ പേജുകൾ വായിച്ചാൽ പോലും നമുക്ക് പലതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത കുറേ ഇള്ള പിള്ളേരെ പിടിച്ചുകൊണ്ടുവന്ന് മൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ചോദിച്ചോ, ഞങ്ങൾ ബാക്കി കൺട്രോൾ ചെയ്തോളാം എന്ന് പറയുന്ന മീഡിയാസിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനെ പച്ച തെമ്മാടിത്തരം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. സോ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടതെല്ലാം നമുക്ക് മറക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഏറ്റവും നെറികെട്ട, മറ്റുള്ളവൻ്റെ ഇമോഷൻസിനെ വെച്ച് കളിക്കുന്ന ഈ വൃത്തികെട്ട നെറികെട്ട ഗെയിം, മണി മേക്കിംഗ് ഗെയിം, അത് നിർത്തിക്കൂടെ നിങ്ങൾക്കൊക്കെ? അതുമാത്രമല്ല, തകർന്നു കിടക്കുന്ന വിമാനത്തിൻ്റെ വിഷ്വൽസും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടത്തിൻ്റെ വിഷ്വൽസും കാണിച്ചിട്ട് അതിൻ്റെ സൈഡിൽ പരസ്യം വെക്കാൻ അവർ മറന്നില്ല. എന്തുകൊണ്ട് അവർ മറന്നില്ല? കാരണം മണി മേക്കിംഗ് ആണ്. ഞങ്ങളുടെ ചാനലായിരിക്കുമല്ലോ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളുടെ പരസ്യം കൂടെ അതിൻ്റെ സൈഡിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗംഭീരമല്ലേ? ഇവരിതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കൗതുകത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ നോക്കുമ്പോൾ അവിടെ പരസ്യം കാണില്ലേ? ഞെട്ടിത്തരിക്കില്ലേ? അപ്പോൾ ആ പരസ്യത്തിന് അത്രയേറെ പ്രാധാന്യം കൂടുകയല്ലേ? മാർക്കറ്റ് വലുതാക്കി കൊടുക്കുകയല്ലേ? മീഡിയാസ്, വാട്ട് എ ബ്രില്യൻ്റ് ഐഡിയ. മരിച്ചു കിടക്കുന്നവനെ പോലും വിറ്റ് കാശാക്കുന്നു. ആ വിറ്റ് കാശാക്കുന്നതും പോരാഞ്ഞിട്ട് അതിൽ നിന്ന് പരസ്യം കൂടെ വെച്ചിട്ട് കാശാക്കുന്നു. ബ്രാവോ. റൈറ്റ്. ഇതിൽ കൂടുതൽ നിങ്ങളെയൊക്കെ എന്താ പറയുക? മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല വാർത്തകളിലും വന്ന് നാക്കേഴ്സ് നിന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞിരുന്നെന്ന് ആലോചിക്കും, നീയൊക്കെ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന്. ഓഗ്മെന്റ് റിയാലിറ്റിയുടെ കുന്തവും പൊക്കി പിടിച്ചുകൊണ്ട് പലപ്പോഴും വന്ന് കാണിക്കുന്നതൊക്കെയും തെമ്മാടിത്തരങ്ങളല്ലേ? എത്ര നല്ല നല്ല വാർത്തകൾ നിങ്ങൾ വന്നിരിക്കുന്നു, ജനങ്ങൾ അതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടില്ലേ? ബട്ട് ഇതുപോലുള്ള ദുരന്ത മുഖങ്ങളിലേക്ക് ഞങ്ങൾ ആദ്യം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടാൻ കാണിച്ച മനസ്സ്. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് അവിടെ നിന്ന് നേരിട്ട് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. നീയൊക്കെ നേരിട്ട് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും അറിയത്തില്ലേ? നീയൊക്കെ അവിടെ ചെന്ന് നിന്നിട്ട് മാപ്പും വരച്ചുണ്ടാക്കി അവിടെ നിന്ന് കാണിച്ചു തരുന്ന വഴിയിലൂടെ പ്ലെയിൻ സഞ്ചരിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, അല്ലല്ലോ? ഇതേപോലെ തന്നെ ഇൻ്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എടുത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പലപ്പോഴും വാർത്തകളാക്കി വിടാറുണ്ട്. വിട്ടിട്ടില്ലേ? ഇല്ലെന്ന് ഒരുത്തരെങ്കിലും പറയാൻ പറ്റുമോ? വിടാറുണ്ട്, വിട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. സോ ഇങ്ങനെ കാണിച്ച് ആളെ ഊക്കി ഉണ്ടാക്കുന്നതിനല്ല മാധ്യമധർമ്മം എന്ന് പറയുന്നത്. മിനിമം എത്തിക്സ്, സമൂഹത്തിനോടൊരു എത്തിക്സ് അതുണ്ടാവണം. അതില്ലാത്തടത്തോളം പക്ഷം മനുഷ്യനുമാവില്ല, നീയൊക്കെ ഒരു നല്ല മാധ്യമ പ്രവർത്തകനുമാകില്ല. അരി മേടിക്കാൻ വേണ്ടി കിടന്ന് എരയെ ഞണ്ണുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളെ സീനിയർ മാധ്യമ പ്രവർത്തകർ വന്നിരുന്ന് കൊട്ടിഘോഷിക്കുന്ന പല വാർത്താ ചാനലുകളിലും നിങ്ങളായിട്ടൊരു നിയന്ത്രണം ഉണ്ടാക്കിയാൽ അത്രയേറെ നല്ലത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, ഒരു വാർത്ത പറയാൻ പോയപ്പോൾ അത് കേട്ടുനിന്ന മാധ്യമപ്രവർത്തകന് കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ വാർത്തയും അതുമായിട്ട് ക്യാമറയുമായിട്ട് അവിടുന്ന് പിൻവാങ്ങുന്നൊരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അതിന് എത്രയോ പേര് കൈയടിച്ചു. മനസാക്ഷി എന്നൊന്നുണ്ട്, അതിനൊരല്പം വാല്യൂ. തൊട്ട് മുന്നിൽ നിൽക്കുന്നവൻ്റെ ഹൃദയം വിതുമ്പുമ്പോൾ അത് കാണാനുള്ളൊരു മനസ്സ്, അത് മീഡിയ പ്രവർത്തകനല്ല, ഒരു മനുഷ്യനുണ്ടായാൽ മതി. ആ മനുഷ്യനുണ്ടാവുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ആവശ്യമായ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് പൊക്കൂടെ? മരണ വീടുകളിൽ പോയി ഇന്ന് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നിന്നിട്ട് വരുന്നവൻ്റെ മുഖം ഒപ്പിയെടുക്കുകയും കിടിലൻ ക്യാപ്ഷൻസ് വിട്ട് നടക്കുന്ന ഓൺലൈൻ മീഡിയാസും ഇപ്പോൾ നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു പെൺകുട്ടി റീല് പാടിയിട്ടു, 2 വിദേശികൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് താങ്ക് യു ഇന്ത്യ, ബൈ ബൈ ഇന്ത്യ, ലവ് യു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. ഇതെല്ലാം ചീണ്ടി ചികഞ്ഞെടുത്ത്
അവസാനമായി അവർ ചെയ്തത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയാസ്, ഓൺലൈൻ മാധ്യമങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ടോപ്പ് ക്രെഡിറ്റഡ് മീഡിയാസിൻ്റെ റീൽ കണ്ടൻസ് ആയിട്ട് വന്നിരിക്കുന്ന വിഷ്വൽസാണ് ഇതൊക്കെ. എല്ലാവരും സാധാരണ മനുഷ്യരാണ്. അവർക്കും സെൽഫി എടുക്കാനും അവർക്കും ഇതുപോലുള്ള റീൽസ് ഇടാനും ഒക്കെയുള്ള അവകാശവും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പും ചിലപ്പോൾ അവർ അതൊക്കെ ചെയ്തിട്ടായിരിക്കും. അതിനൊന്നും ഇങ്ങനെ അടുത്ത് കണ്ടന്റ് ആക്കിയിട്ട് ബാക്കിയുള്ളവൻ്റെ മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മണി മേക്കിംഗ് ഉണ്ടാക്കുന്നതല്ല നല്ല പരിപാടി. അതിൽ നിന്ന് പലപ്പോഴും പരസ്യങ്ങൾ വെക്കാനും മറക്കാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അരി മേടിക്കണം. ഗ്രേറ്റ്. ഇതാണ് മീഡിയ എത്തിക്സ്. ബ്രാവോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ചോദ്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. ഇത് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ചോദ്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. എനിവേ, കൂടുതലൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ സംസാരിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതിനുള്ള അഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നതായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയുടെ പ്ലസ് പോയിന്റുകളെ യൂസ് ചെയ്താൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ചികഞ്ഞ് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. സോ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള മറുപടികൾ നിങ്ങൾക്കുണ്ടാവും. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസോട് വീണ്ടും കാണാം. അതുവരേക്കും.